പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സ്നേഹം നിറഞ്ഞ സഹപ്രവർത്തകരെ, വിജ്ഞാനദാഹം ശമിക്കാനായി ഇവിടെ വന്നു ചേർന്ന ഈ സദസ്സിൽ വന്നു ചേർന്ന സുഹൃത്തുക്കളെ, എനിക്കിവിടെ സംസാരിക്കാൻ കിട്ടിയിരിക്കുന്ന വിഷയം ഹിന്ദുത്വയും അംബേദ്കറും എന്ന തലക്കെട്ടാണ്. ഇത്തരമൊരു വേദിയിൽ, ഇത്തരം ഒരു ദിവസത്തിൽ ഇങ്ങനെയൊരു വിഷയം അവതരിപ്പിക്കാൻ കഴിയുന്നതിൽ ഞാൻ തികച്ചും സന്തോഷവാനാണ്. നമ്മൾ പലയിടത്തായി കേട്ട ഒരു വാക്കാണ് ഹിന്ദുത്വ. ഇതൊരു ആധുനിക പ്രയോഗമാണ്. പഴയ പുരാണങ്ങളിലോ ഇതിഹാസങ്ങളിലോ നിങ്ങൾക്ക് ഇത്തരമൊരു വാക്ക് കണ്ടെത്താൻ കഴിയുകയില്ല. അല്പസ്വല്പം മോഡേണായിട്ടുള്ള ആധുനികമായിട്ടുള്ള ഒരു പ്രയോഗമാണ് ഹിന്ദുത്വ. പലരും അത് പല രീതിയിലാണ് മനസ്സിലാക്കുന്നത് എന്നുള്ളതും ഇതിൻ്റെ ഒരു സവിശേഷതയാണ്. എന്നാൽ ആധുനിക ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വളരെ സുവ്യക്തമായ ശക്തിയോടെ പ്രയോഗിക്കപ്പെടുന്ന ഒരു രാഷ്ട്രീയ തത്വചിന്തയുടെ അല്ലെങ്കിൽ രാഷ്ട്രീയ ഐഡിയോളജിയുടെ ഉറവിടം കൂടിയാണ് ഈ ഹിന്ദുത്വ എന്ന വാക്ക്. ഈ ഒരു വാക്ക് അത്ര നിസ്സാരമല്ല എന്ന് നമുക്ക് പലർക്കും അറിയാം. ഞാൻ അതിലേക്ക് കൂടി ആഴ്ന്നിറങ്ങാൻ ശ്രമിക്കുന്നതാണ്. ഇപ്പോൾ ഈ വാക്ക് പുതിയ ഉയരങ്ങളും പുതിയ ആഴങ്ങളും പുതിയ പരപ്പുകളിലും പടരാൻ ശ്രമിക്കുന്നു. അതിനാൽ തന്നെ ഇത് വളരെ കൃത്യമായിട്ട് ഇതിനെ അറിഞ്ഞിരിക്കേണ്ട ആവശ്യമുണ്ട് എന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ അംബേദ്കറും ഇവിടെ പരാമർശ വിഷയമാണ്. അംബേദ്കറിൻ്റെ പ്രവർത്തനം മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെയും ആയുഷ്കാലം തന്നെയും മനുഷ്യാന്തസ്സിന് വേണ്ടിയുള്ളതായിരുന്നു. ഒറ്റവാക്കിൽ നമ്മൾ ഡിസ്റ്റിൽ ചെയ്ത് അംബേദ്കറിൻ്റെ പ്രവർത്തനങ്ങളെ വിലയിരുത്തുകയാണെങ്കിൽ അങ്ങനെ നമുക്ക് പറയാം, മനുഷ്യാന്തസ്സിന് വേണ്ടി മാത്രം ആയിരുന്നു അത്. ഒരു വലിയ വിഭാഗം ജനതയെ ആയിരക്കണക്കിന് വർഷങ്ങളായി കീഴ്പ്പെടുത്തിയും അടിച്ചമർത്തിയും അപമാനിച്ചും മുന്നേറിക്കൊണ്ടിരുന്ന ഇന്ത്യൻ സമൂഹത്തിൽ ഒരു വെള്ളി വെളിച്ചമായി അംബേദ്കർ ഉദിച്ചുയർന്നു. അദ്ദേഹം ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ ആർക്കും തുടച്ചു മാറ്റാൻ കഴിയാത്ത ഒരു ശക്തിയായി പരിണമിക്കുന്ന കാഴ്ച ഇന്ത്യയുടെ പിന്നീടുള്ള ചരിത്രം കണ്ടു. അംബേദ്കർ തുടങ്ങി വെച്ച പലതരം ആശയങ്ങൾ ഇന്നും നമ്മുടെ ജീവിതത്തിൽ, പലരുടെയും ജീവിതത്തിൽ, ഭരണഘടനയുടെ രൂപത്തിലായാലും ശരി, അദ്ദേഹം ഉയർത്തിവെച്ച ചിന്തയുടെ കാര്യത്തിലായാലും ശരി, അത് സത്യമായി ഭവിച്ചിരിക്കുന്നു. സാമൂഹ്യ മതപരമായ വ്യവസ്ഥകൾ ഇത്തരം മനുഷ്യൻ്റെ അന്തസ്സിനെ, മനുഷ്യൻ്റെ അഭിമാനത്തെ തകിടം മറിക്കുമ്പോൾ അത് ഏതുതരം ഘടനയിലുള്ളതാണെങ്കിലും ശരി, അംബേദ്കർ ശക്തമായി ഇടപെട്ടിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹത്തിൻ്റെ വളരെ സുപ്രധാനമായ ഒരു കൃതിയുണ്ട്. ഏറ്റവും സുപ്രധാനമായ കൃതിയാണ്. 20-30 പേജുകളിൽ ഒതുക്കാവുന്ന ഒരു കൃതിയാണെങ്കിലും ഒരു ബൃഹത്തായ സന്ദേശമാണ് ആ പുസ്തകത്തിലുള്ളത്. ആ പുസ്തകത്തിൻ്റെ പേരാണ് അനിഹിലേഷൻ ഓഫ് കാസ്റ്റ്, ജാതിയുടെ നിർമൂലനം അല്ലെങ്കിൽ ജാതി നിർമൂലനം എന്ന കൃതി. അത് പബ്ലിഷ് ചെയ്ത് പ്രസിദ്ധം ചെയ്ത് പുറത്തിറങ്ങിയ നിമിഷം മുതൽ അതൊരു വലിയ വിപ്ലവത്തിന് ആ പുസ്തകം തുടക്കം കുറിച്ചു. ഇന്നും ദളിത് പോരാട്ടങ്ങളുടെ ആണിക്കല്ലായി, കേന്ദ്ര ബിന്ദുവായി വർത്തിക്കുന്ന ഒരേ ഒരു പുസ്തകം കൂടിയാണത്. അതിനെ കവച്ചു വയ്ക്കാൻ മറ്റൊരു പുസ്തകം ഇനിയും ഇന്ത്യയിൽ എഴുതേണ്ടിയിരിക്കുന്നു. അത്തരത്തിലുള്ള സവിശേഷമായ പുസ്തകം കൂടിയാണ്. ആ പുസ്തകത്തിൻ്റെ രചയിതാവ് കൂടിയാണ് അംബേദ്കർ. ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് ആദ്യം പരാമർശിച്ച ഹിന്ദുത്വ എന്ന പദത്തിലേക്ക് മടങ്ങി വരാം. ഹിന്ദുത്വ എന്നത് അത് ഹിന്ദുയിസവുമായി ബന്ധമുള്ളതല്ല. പ്രത്യക്ഷത്തിൽ ഞാൻ അടിവരയിടുന്നു, പ്രത്യക്ഷത്തിൽ ബന്ധമുള്ളതല്ല. അതും രണ്ടാണ്. ഹിന്ദുയിസം മതത്തിനെയും അതിലെ കർമ്മം, ആചാരങ്ങൾ, അതിൻ്റെ ബിംബങ്ങൾ, മതപരമായ ബിംബങ്ങൾ, അതിലെ ദൈവങ്ങൾ, അതിലെ ആചാര്യന്മാർ എന്നിവയെല്ലാം പ്രതിനിധാനം ചെയ്യുകയും അതിനെ
ഉള്ളടക്കുകയും ചെയ്യുന്ന ഒന്നാണ്. എന്നാൽ ഹിന്ദുത്വയാകട്ടെ ഒരു പ്രദേശത്തിനെ അവിടുത്തെ ആളുകളാൽ അടയാളപ്പെടുത്തപ്പെടുകയും അതിൻ്റെ സംസ്കാരവുമായും ബന്ധിപ്പിക്കുകയും ചെയ്യുന്ന ഒരു തത്വചിന്തയാണ്. അതിന് മതവുമായി ബന്ധമില്ല. അതിന് നിങ്ങൾക്ക് ഒരു ഹിന്ദുത്വവാദിയാവാൻ നിങ്ങൾ വിശ്വാസി തന്നെ ആകണമില്ല. തികച്ചും നിങ്ങൾ ഒരു നിരീശ്വരവാദി ആയിരുന്നാൽ കൂടിയും നിങ്ങൾക്ക് ഒരു ഹിന്ദുത്വവാദിയാകാൻ കഴിയും എന്നുള്ളതാണ് ഇതിലെ വൈചിത്ര്യം. ഇതിൻ്റെ പ്രാരംഭകർ ചിലർ നിരീശ്വരവാദികൾ എന്ന് സ്വയം പ്രഖ്യാപിച്ചിരുന്നു. അത്തരത്തിലുള്ള ഒരാളാണ് സവർക്കർ. സവർക്കർ സ്വയം പ്രഖ്യാപിച്ചിരുന്നത്, സ്വയം തന്നെ കണ്ടെത്തിയത് നിരീശ്വരവാദിയായിട്ടായിരുന്നു. അപ്പോൾ ഈ പദത്തിൻ്റെ വൈചിത്ര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ ആഴത്തിൽ ചിന്തിക്കാനുള്ള അവസരം ഇവിടെ ഉണ്ടാകും എന്ന് ഞാൻ കരുതുന്നു. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇന്ത്യ എന്ന രാജ്യത്തെയും അവിടെ ഉണ്ടായ സാംസ്കാരിക അടയാളങ്ങളെയും വേർതിരിച്ച് കണ്ട് അതിനൊരു ഐഡൻറ്റിറ്റി നൽകി അത്തരത്തിലുള്ള ഒരു ധാർമ്മികമായ അല്ലെങ്കിൽ തത്വശാസ്ത്രപരമായ നിലപാടിനെയാണ് നമ്മൾ ഹിന്ദുത്വ എന്ന് പറയുന്നത്. അത് യഥാർത്ഥത്തിൽ ഒരു ഭൂരിപക്ഷ ദേശീയതയാണ് പ്രതിദാനം ചെയ്യുന്നത്. അത് പല ആളുകളെയും പല വിഭാഗങ്ങളെയും എക്സ്ക്ലൂഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഹിന്ദുത്വം ആകണമെങ്കിൽ നിങ്ങൾ അതിലേക്ക് ക്വാളിഫൈ ചെയ്യാൻ നിങ്ങളുടെ പിറവി ഒരു മാനദണ്ഡമായിരിക്കണം എന്നുള്ളത് സംശയമില്ല. ഒന്ന് പട്ടികപ്പെടുത്തി പറയുകയാണെങ്കിൽ ഹിന്ദുയിസം മതമാണ്, ആചാരങ്ങളുണ്ട്, തത്വചിന്തയുണ്ട്, വിശ്വാസമുണ്ട്, മറ്റ് പലതും അവിടെയുണ്ട്. എന്നാൽ ഹിന്ദുത്വയിൽ ഇവയൊന്നും ഇല്ല. അത് രാഷ്ട്രീയ സാംസ്കാരിക ഐഡിയോളജിയാണ് സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നത്. ഹിന്ദുത്വയുടെ സവിശേഷത സംസ്കാരം, ദേശീയത എന്ന മിശ്രിതമാണെന്ന് നമ്മൾ തിരിച്ചറിയുന്നു. മതം ആത്മീയ മിശ്രിതമല്ല. അതായത് ഹിന്ദുവിനെ മതവിഭാഗം എന്നതിൽ നിന്നും ഒരു ജിയോ പൊളിറ്റിക്കൽ ഐഡൻറ്റിറ്റി ആക്കുന്ന ഒന്നാണ് ഹിന്ദുത്വ. ഹിന്ദുമതം ദേശീയതയാക്കുന്നു. ഹിന്ദുമതത്തെ തന്നെ അത് ദേശീയതയാക്കുന്നു. ദേശീയത, സംസ്കാരം, പാരമ്പര്യം എന്നിവയ്ക്കും അതിന് പൈതൃകമായി അത് കാണുകയും ചെയ്യുന്നു. എന്നാൽ അംബേദ്കറിന് ഹിന്ദുത്വയോട് തികച്ചും എതിർപ്പ് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് എന്ന് കാണാവുന്നതാണ്. അത് സ്വാഭാവികമായിരുന്നു. കാരണം ഹിന്ദുത്വ എന്താണ് ഉദ്ദേശിക്കുന്നതെന്നും എന്താണ് അർത്ഥമാക്കുന്നതെന്നും അതിൻ്റെ അനന്തരഫലങ്ങൾ എന്തായിരിക്കുമെന്നും അംബേദ്കറിന് തിരിച്ചറിയാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അംബേദ്കറിൻ്റെ ഈ ഒരു എതിർപ്പിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം മറ്റൊന്നുമല്ല, ഹിന്ദുത്വ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നിനെ അഭിമുഖീകരിച്ചില്ല, അഡ്രസ്സ് ചെയ്തില്ല എന്ന് തന്നെയാണ്. ഹിന്ദു മതത്തിൻ്റെ ഏറ്റവും വലിയ തിന്മയായി കാണുന്ന ജാതീയതയെ കുറിച്ച് അത് ഒന്നും തന്നെ പറഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് അതിനെ അംബേദ്കറിൻ്റെ സവിശേഷ അപ്രീതിക്ക് ഇരയാക്കിയത്. ഹിന്ദുത്വ ഒരു ഐക്യത്തെയാണ് ഉണ്ടാക്കാൻ ശ്രമിച്ചത്, ഐക്യപ്പെടലിനെയാണ് ഉണ്ടാക്കാൻ ശ്രമിച്ചത്. എന്നാൽ നമുക്കറിയാം, വിഭാഗീയതയുടെ ആണിക്കല്ലായി മാറി നിൽക്കുന്ന ജാതി സമ്പ്രദായത്തെക്കുറിച്ച് ഒരു വാർത്ത പോലും പറയാത്ത ഹിന്ദുത്വ എന്നതിന് എങ്ങനെ ഐക്യം ഉണ്ടാക്കാൻ കഴിയും എന്നുള്ളത് അംബേദ്കറിൻ്റെ സ്വാഭാവികമായ ഒരു ചോദ്യം മാത്രമായിരുന്നു. അതുപോലെ തന്നെ നമുക്കറിയാം, ഒരു ദേശനിർമ്മാണത്തിൻ്റെ, ഒരു ദേശീയതയുടെ അല്ലെങ്കിൽ ആധുനിക ദേശത്തിൻ്റെ ഏറ്റവും സവിശേഷമായ ഒന്നാണ് സമത്വം, സാഹോദര്യം, അതുപോലെ സ്വാതന്ത്ര്യം. ഇതിനെ തികച്ചും അവഗണിക്കുന്ന ഒരു പ്രത്യയശാസ്ത്രമാണ് ഹിന്ദുയിസം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അത്തരത്തിലുള്ള ഒരു പ്രത്യയശാസ്ത്രത്തിനെ ഒരു ദേശനിർമ്മാണത്തിന് ഉപയോഗിക്കുന്നതിൻ്റെ ദുരന്തം അംബേദ്കർ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ്. അംബേദ്കർ പറഞ്ഞത്, നിങ്ങൾക്ക് ഒരു ദേശം നിർമ്മിക്കാൻ ആവശ്യമുണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു നേഷൻ ബിൽഡിംഗ് ആണ് നിങ്ങളുടെ മനസ്സിലുള്ളതെങ്കിൽ, നിങ്ങൾക്ക് വേണ്ടത് ഭരണഘടനാപരമായ ധാർമ്മികതയാണ്. അല്ലാതെ കേവലമായ പുരാതനമായ സാമൂഹിക ഹയറാർക്കിയിൽ നിന്നുള്ളവാകുന്ന
ഒരു സാമ്പ്രദായിക രീതിയിൽ നിന്നല്ല. നിങ്ങൾക്ക് വേണ്ടത് ഏറ്റവും മികച്ചതായ ഒന്ന് ധാർമ്മികമായ അല്ലെങ്കിൽ ഭരണഘടനാപരമായ ധാർമ്മിക മൂല്യങ്ങളാണ്. ആ മൂല്യങ്ങളിൽ ഉൾപ്പെടുന്നതാണ് സമത്വം, സാഹോദര്യം അല്ലെങ്കിൽ സ്വാതന്ത്ര്യം. ഹിന്ദുത്വയുടെ ലക്ഷ്യങ്ങളിലേക്ക് നമുക്കൊന്ന് വെളിച്ചം വീശാം. സാംസ്കാരിക പാരമ്പര്യം, ഹൈന്ദവ സാംസ്കാരിക ചിഹ്നങ്ങൾ, പുരാണ അല്ലെങ്കിൽ പഴക്കമുള്ള പഴക്കവഴക്കങ്ങൾ, പാരമ്പര്യങ്ങൾ എന്നിവയിലൂടെ ഇന്ത്യയുടെ സാംസ്കാരിക ഐക്യത്തിന് അടിസ്ഥാനമിടുക എന്ന തികച്ചും നിന്ദ്യമായ ഒരു ലക്ഷ്യമാണ് ഹിന്ദുത്വ ഉണ്ടായിരുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അത് കേവലം ഭൂരിപക്ഷ സംസ്കാരത്തിനെ മാത്രമേ പരിഗണിക്കുന്നുള്ളൂ. മറ്റുള്ളതിനെ അപരവൽക്കരിക്കാനും വെറുക്കാനും ആണ് അത് അതിൻ്റെ തുടക്കത്തിൽ തന്നെ അത് ശ്രമിക്കുന്നത് എന്നും നമുക്ക് കാണാൻ കഴിയും. ഇത്തരമൊരു സങ്കല്പം തികച്ചും മോഡേൺ, ആധുനികമെന്ന് കരുതുന്ന മതേതരം എന്ന സങ്കല്പത്തിന് വിരുദ്ധമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ തന്നെ പൗരന്മാരെ ഒന്നായി കാണേണ്ടതിന് പകരം അത് പ്രകടമായി അല്ലെങ്കിൽ ആയിട്ടുള്ള രൂപത്തിൽ തന്നെ അത് പൗരന്മാരെ വിഭജിക്കുന്നു എന്നത് നമുക്ക് കാണാൻ കഴിയും. ഹിന്ദു സംസ്കാരത്തിന് മാത്രം പ്രാധാന്യം നൽകുന്ന ഒന്നിന് ഒരു രാഷ്ട്രം ഉണ്ടാക്കാൻ സാധ്യമല്ല എന്നുള്ളത് വളരെ ലളിതമായ ഒരു യാഥാർത്ഥ്യം മാത്രമാണ്. ഇനി നമുക്ക് ഹിന്ദുത്വ ഉയർന്നു വന്ന സവിശേഷ സാഹചര്യങ്ങളിൽ കൂടി കടന്നു പോകാം. എന്തിനും അതിൻ്റേതായിട്ടുള്ള ഒരു അനുകൂല സാഹചര്യം ഉണ്ടായിരിക്കണം. ഹിന്ദുത്വയ്ക്കും അത്തരമൊരു സാഹചര്യവും സന്ദർഭവും ഉണ്ടായിരുന്നുവെന്ന് നമുക്ക് കാണാൻ കഴിയും. ഹിന്ദുത്വയുടെ ആരംഭ നാളുകളിൽ ഇന്ത്യ ബ്രിട്ടീഷ് നുകത്തിനു കീഴിലായിരുന്നു. ബ്രിട്ടീഷ് ഭരണമായിരുന്നു. അതിൻ്റേതായ അടിച്ചമർത്തലുകളും അതിൻ്റേതായിട്ടുള്ള ദൈന്യതകളും അതിൻ്റേതായിട്ടുള്ള ചെറുത്തുപ്പ് നിൽപ്പുകളും അങ്ങായിട്ടും ഒറ്റപ്പെട്ടായും ഒക്കെ ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ ഇന്ത്യയുടെ ആത്മാഭിമാനത്തിന് ക്ഷതം സംഭവിക്കുന്ന രീതിയിലുള്ള ഈ വൈദേശിക ഭരണം പലരെയും അലോസരപ്പെടുത്തിയിരുന്നു. അതിൽ അതൃപ്തരായ കുറച്ച് പേരെങ്കിലും ഉണ്ടായിരുന്നിരുന്നു. നമുക്കറിയാം, അത്തരം ഒരു കാലഘട്ടത്തിൽ എഴുത്തുകാരും ചിന്തകരും അത്തരത്തിൽ ഈ വഴിക്ക് ചിന്തിച്ചവരും ഉണ്ടായിരുന്നു. അത്തരത്തിൽ ചിന്തിച്ച ഒരു ബംഗാളി എഴുത്തുകാരൻ അല്ലെങ്കിൽ ഒരു മത പ്രബോധന ചിന്തകൻ ഒക്കെയായ ചന്ദ്രനാഥ് ബസു 1892 ഒരു പുസ്തകം എഴുതുകയുണ്ടായി. ആ പുസ്തകത്തിൻ്റെ പേര് ഹിന്ദുർ പ്രാകൃത ഇതിഹാസ എന്നാണ്. ആ ബംഗാളി പുസ്തകത്തിൻ്റെ പേര് ഹിന്ദുർ പ്രാകൃത ഇതിഹാസ. അതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ, ഇംഗ്ലീഷ് ഭാഷയിൽ വരുമ്പോൾ ഹിന്ദുത്വ ദ നാച്ചുറൽ ഹിസ്റ്ററി ഓഫ് ഹിന്ദുസ് എന്നാണ്. ഈ പുസ്തകത്തിലാണ് അദ്ദേഹം ഹിന്ദുവിൻ്റെ സാമ്പ്രദായിക ക്രമങ്ങളെല്ലാം മാറ്റിവെച്ചിട്ട് മതപരമായിട്ടുള്ള വശങ്ങളെ മാറ്റിവെച്ചുകൊണ്ട് ഒരു ഭൂപ്രകൃതിയുടെ അടിസ്ഥാനത്തിലും സംസ്കാരത്തിൻ്റെ അടിസ്ഥാനത്തിലും ഹിന്ദുവിനെ അടയാളപ്പെടുത്തുകയും അതിന് ആവശ്യമായിട്ടുള്ള തത്വചിന്താപരമായ ആശയങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്തു. കാലം വീണ്ടും കുറേയധികം കടന്നുപോയി. ഈ ഹിന്ദുത്വ എന്ന വാക്കിന് കുറച്ചൊക്കെ ചില രംഗങ്ങളിൽ ദൈക്ഷണികവും സാംസ്കാരികവും ആയിട്ടുള്ള മണ്ഡലങ്ങളിൽ ചെറിയ ചലനങ്ങൾ ഉണ്ടാക്കി. ആ വാക്കിന് പലരുടെയും ശ്രദ്ധ ആകർഷിക്കാൻ കഴിഞ്ഞു. അതോടൊപ്പം തന്നെ ഈ വാക്ക് കാലം കടന്നു പോകുന്തോറും പുതിയ പുതിയ മാനതകൾ ഡയമെൻഷനുകൾ ആർജിച്ചു. 1923 സവർക്കർ അദ്ദേഹത്തിനൊരു പുസ്തകം എഴുതുകയുണ്ടായി. ആ പുസ്തകത്തിൻ്റെ പേര് ഹിന്ദുത്വ ഹു ഈസ് എ ഹിന്ദു. ഹിന്ദുത്വ, ആരാണ് ഹിന്ദു എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. ഈ പുസ്തകത്തിലാണ് ഹിന്ദുത്വയുടെ ആശയങ്ങളുടെ കുറച്ചുകൂടി വിപുലപ്പെടുത്തുകയും അതിന് ഒരു രാഷ്ട്രീയമായിട്ടുള്ള മാനം കൽപ്പിക്കുകയും ചെയ്തത്. രാഷ്ട്രീയമായി ഒരു ഉണർവുണ്ടാക്കുക, അത്തരം ഉണർവിൽ ജനങ്ങളെ സംഘടിപ്പിക്കുക, അതിൻ്റെ മറവിൽ ഹിന്ദു ധാരണകളെ ഊട്ടിയുറപ്പിക്കുക എന്നതെല്ലാം ഈ കൃതി ലക്ഷ്യം വെച്ചിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ
അദ്ദേഹത്തിന് മതവിശ്വാസം ഉണ്ടായിരുന്നില്ല, സാമ്പ്രദായിക മതവിശ്വാസങ്ങൾ ആളായിരുന്നില്ല സവർക്കർ. എങ്കിൽ കൂടിയും അദ്ദേഹം ഈ ആശയം ഏറ്റെടുത്തു എന്നത് ഒരു വിചിത്രമായി നമുക്ക് തോന്നാൻ കഴിയും. നമുക്ക് അംബേദ്കറിൻ്റെ ഹിന്ദുത്വ വീക്ഷണത്തിലേക്ക് കൂടി ഒന്ന് കടന്നു പോകാം. അംബേദ്കർ കൃത്യമായി പറഞ്ഞു വെച്ച ഒരു വാദം ഉണ്ട്. ഹിന്ദുത്വയ്ക്ക് ഇന്ത്യക്കാരെ ഒന്നിപ്പിക്കാൻ കഴിയില്ല. എന്തെന്നാൽ മതം വിഭജിക്കുന്നതിനേക്കാൾ ആഴത്തിൽ വിഭജിക്കുന്ന ഒന്നാണ് ഇവിടെയുള്ള ജാതീയത. അത്തരത്തിൽ വിഭജന ശക്തിയായി ജാതീയതയെ ആ ജാതീയതയ്ക്കെതിരെ ഒന്നും തന്നെ പറയാത്ത ഒരു ഹിന്ദുത്വ എന്നതിന് ഹിന്ദുക്കളെ ഐക്യപ്പെടുത്താനാവില്ല. അത്തരത്തിൽ ഒരു രാഷ്ട്ര നിർമ്മാണവും സാധ്യമല്ല എന്ന് അംബേദ്കർ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഹിന്ദു സമൂഹം എന്നത് തമ്മിൽ പോരടിക്കുന്ന കുടുംബങ്ങൾ അല്ലെങ്കിൽ കുടുംബം ഉള്ള ഒരു വീടാണ്. തമ്മിൽ പോരടിക്കുന്നവരുടെ കുടുംബം എന്ന ഒരു വീടാണ്. അത് ജാതിയുടെ ഒരു ശേഖരമാണ്. അതിന് ദേശം എന്ന ഒന്നാവാൻ കഴിയില്ല എന്ന് അംബേദ്കർ പറഞ്ഞു. ഇതിൽ മറ്റൊരു വൈചിത്ര്യവും കൂടെയുണ്ട് ഹിന്ദുത്വ എന്ന വാദത്തിന്. ഹിന്ദുത്വ എന്നത് ഏതാണ്ടൊരു ഹിന്ദു ഐഡിയോളജിയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട്, ഒരു പശ്ചാത്തലം വഹിക്കുന്നുണ്ട് എന്ന് നമ്മളറിഞ്ഞു. അത് ഹിന്ദുവിന് വിരുദ്ധമായി അല്ലെങ്കിൽ ഹിന്ദു ആശയങ്ങൾക്ക് തികച്ചും വിരുദ്ധമായി, അതിൻ്റെ ജാതീയതയെ ഉൾപ്പെടെയുള്ള ഘടകങ്ങൾക്ക് തികച്ചും വിരുദ്ധമായി ഉണ്ടായ മതങ്ങളെയും അത് ആവാഹിക്കാൻ സ്വാംശീകരിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. ഉദാഹരണം, ജൈനമതം ഹിന്ദു സംസ്കാരത്തിനെതിരായി ഉണ്ടായ മതം അവിടെ വരുന്നില്ലെങ്കിൽ കൂടിയും ഹിന്ദു എന്ന സംസ്കാരത്തിനെതിരായി ഉണ്ടായ ഒരു ചിന്താപദ്ധതിയും പ്രവർത്തനവും കൂടെയാണ് ജൈനമതം. അതുപോലെ ബുദ്ധമതം ഉണ്ടായി, ഏറ്റവും അവസാനമായി സിഖ് മതം ഉണ്ടായി. ഇതെല്ലാം ഹിന്ദുമതത്തിനെതിരെ അല്ലെങ്കിൽ ഹിന്ദു സംസ്കൃതി അല്ലെങ്കിൽ സംസ്കാരം എന്ന് പറയുന്നതിനെതിരെയുള്ള വിപ്ലവങ്ങൾ തന്നെയായിരുന്നു. എന്നാൽ ഈ ഹിന്ദുത്വവാദികൾ ഹിന്ദുത്വയുടെ ഒരു ബ്രാഞ്ചിങ് ഔട്ടായിട്ടാണ്, ഒരു ശാഖയായിട്ട് മാത്രമാണ് കണ്ടത്. ഇതിന് ബ്രാഹ്മണിക്കൽ എതിർപ്പുകളുണ്ടായിരുന്നു, ഹൈന്ദവ സംസ്കൃതിയോടുള്ള എതിർപ്പുണ്ടായിരുന്നു, ജാതീയമായ എതിർപ്പുകളുണ്ടായിരുന്നു. ഇത്തരം എതിർപ്പുകൾ ഉള്ള ഒന്നിനെ അവർ ഹിന്ദുത്വത്തിലേക്ക് ലയിപ്പിക്കുകയാണ് ചെയ്തത്. എന്നാൽ അത് അങ്ങനെ ലയിക്കുന്ന ഒന്നല്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇത്തരം ബ്രാഹ്മണ വിരുദ്ധ ആശയങ്ങളെ തള്ളിപ്പറഞ്ഞു കൊണ്ടുവന്ന മറ്റ് മതങ്ങൾ ഹിന്ദുത്വയ്ക്ക് തികച്ചും സ്വീകാര്യമായപ്പോൾ ഇതിൻ്റെ വൈചിത്ര്യം മറ്റൊന്നുണ്ട്. ഹിന്ദുത്വത്തെ ഒരു തരത്തിലും ഒന്നും ചെയ്യാത്ത വിദേശത്ത് നിന്നും ഉത്ഭവിച്ച് ഇന്ത്യയിലേക്ക് വന്ന മതങ്ങൾ, അത് ഇസ്ലാമാകട്ടെ ക്രിസ്ത്യാനിറ്റി ആകട്ടെ, അവയെ ഹിന്ദുത്വം ഒരിക്കലും ഉൾപ്പെടുത്തുന്നില്ല. അവയോട് എന്തെങ്കിലും രീതിയിലുള്ള സഹവർത്തിത്വം കാണിക്കുന്നതിന് ഹിന്ദുത്വ എന്നത് വൈമനസ്യം കാണിക്കുകയും ചെയ്യുന്നു എന്ന വിചിത്രമായ ഒരു കാര്യവും കൂടി നമ്മൾ ഇവിടെ ഓർത്തിരിക്കേണ്ടതുണ്ട്. ഇന്ത്യയിൽ ജനിച്ചില്ല എന്നതുകൊണ്ട് മാത്രം തിരസ്കരിക്കപ്പെടുന്ന ഇത്തരം മതങ്ങൾ ഇന്ത്യയുടെ രാഷ്ട്രീയ ഭൂപടത്തിൽ പോലും ഉണ്ടാകരുത് എന്ന് അത്തരം ഒരു ഹിന്ദുത്വവാദം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അതിൻ്റെ പല പ്രത്യാഘാതങ്ങളും ഇപ്പോഴും നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ മണിപ്പൂരിൽ കണ്ടുകൊണ്ടിരിക്കുന്നു, മറ്റു സ്ഥലങ്ങളിലും നമ്മൾ മുൻകാലങ്ങളിൽ കണ്ടു, ഇനിയും നമ്മൾ പലയിടത്തും കാണാൻ ഇടയുണ്ട്. ഇതിന് നമുക്ക് മറ്റൊരു വശം കൂടി നമുക്ക് ഇതിനകത്ത് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഹിന്ദുത്വ ഈ രീതിയിലേക്ക് ചുരുങ്ങിപ്പോയത്, അല്ലെങ്കിൽ ഈ രീതിയിലേക്ക് ഒരു വെറുപ്പിൻ്റെ ഒരു തലം സൃഷ്ടിക്കുന്നത്, അല്ലെങ്കിൽ അന്യവൽക്കരണത്തിൻ്റേതായ ഒരു തലം സൃഷ്ടിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിന് നമുക്ക് വിശദീകരിക്കാൻ പറ്റാവുന്ന ഒന്ന് ക്ലാഷ് ഓഫ് ഇൻട്രസ്റ്റ് എന്നുള്ളതാണ്. ക്ലാഷ് ഓഫ് ഇൻട്രസ്റ്റ്, താല്പര്യങ്ങളുടെ പോരാട്ടം. ഈ ഹിന്ദുത്വയുടെ ആദ്യകാല സൈദ്ധാന്തികരോ പ്രവർത്തകരോ അല്ലെങ്കിൽ അതിൻ്റെ നേതാക്കന്മാരോ ആയിട്ടുള്ള എല്ലാവരും തന്നെ ബ്രാഹ്മണരായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. തികച്ചും ബ്രാഹ്മണ പശ്ചാത്തലത്തിൽ നിന്ന് വന്ന ഒന്നാണ് ഹിന്ദുത്വ. അതുകൊണ്ട് തന്നെ ഇത്തരം ചെറുപ്പുനിൽപ്പ് അല്ലെങ്കിൽ ഇത്തരം തിരസ്കാരങ്ങൾ തികച്ചും സ്വാഭാവികമാണെന്ന് നമുക്ക് കാണാൻ കഴിയും. അതിൻ്റെ ഈ ജാതീയമായ അടിത്തറ നമ്മൾ വിസ്മരിച്ചുകൂടാ. അംബേദ്കർ ഈ ഒരു സത്യം നേരത്തെ പറഞ്ഞതുപോലെ തിരിച്ചറിയുകയും ജാതി മേൽക്കോയ്മ, ജാതി കീഴ്ക്കോയ്മ, അത്തരം ജാതീയ സവിശേഷ അധികാരങ്ങൾ, അതായത് കാസ്റ്റ് പ്രിവിലേജുകൾ എന്നിവ സാംസ്കാരികവും മതപരവുമായ ദേശീയവാദം
സമൂഹത്തിന് ആപത്താണ് എന്ന് അദ്ദേഹം പറഞ്ഞു. അത് ഒരിക്കലും സാമൂഹ്യനീതി പ്രദാനം ചെയ്യുന്നില്ല എന്നും അംബേദ്കർ ഊന്നി പറഞ്ഞു. സാമൂഹ്യനീതിക്ക് ഇത്തരത്തിലുള്ള അടരുകൾ പാടില്ല. തുല്യതയിൽ ഊന്നിയ ഒരു സമൂഹമാണ് അതിന് വേണ്ടത്. അതിൻ്റെ അടിസ്ഥാനം, അതിൻ്റെ ബേസിക് അതാണ്. ആ അടിസ്ഥാനം നഷ്ടപ്പെട്ട ഒരു സിദ്ധാന്തത്തിന് ഹിന്ദു ഐക്യം ഉണ്ടാക്കാൻ കഴിയില്ല. അതുപരിയായിട്ട് അതിലൊരു ദേശത്തെയും നിർമ്മിക്കാനാവില്ല എന്ന് അംബേദ്കർ തിരിച്ചറിഞ്ഞു. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ചരിത്രപരമായൊരു അന്ധത ഈ ഹിന്ദുത്വവാദികൾ പുലർത്തിയിരുന്നു എന്നുള്ളതാണ്. ചരിത്രത്തിൽ പണ്ട് എന്ത് നടന്നു, ചരിത്രപരമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ തീവ്രത എന്തൊക്കെയാണ്, ആരാണ് ഇരകൾ, ആരാണ് വേട്ടക്കാർ എന്നുള്ളതോ കാര്യങ്ങളൊന്നും ഹിന്ദുത്വ പര്യാലോചിച്ചില്ല എന്നും നമുക്ക് കാണാൻ കഴിയും. ഹിന്ദുത്വ സ്വാതന്ത്ര്യത്തിലേക്കുള്ള വഴിയല്ല, മറിച്ച് മറ്റൊരു അടിമത്തത്തിലേക്കുള്ള ചുവടുവെപ്പാണ് എന്ന് അംബേദ്കർ പറയുകയുണ്ടായി. അത് മറ്റൊരു തരത്തിലുള്ള സമഗ്രാധിപത്യമെന്നും അംബേദ്കർ പറഞ്ഞു. മറ്റൊന്നുകൂടി ഈ അവസരത്തിൽ എനിക്ക് ഇത് എൻ്റേതായിട്ടുള്ള ആശയമായിട്ട് ചൂണ്ടിക്കാണിക്കാനുണ്ട്. ഇത്തരം നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ അംബേദ്കറിൻ്റെ ചിന്തയിൽ നിന്നും അടർത്തിയെടുത്തതാണ്. മറ്റൊരു വാദം, അംബേദ്കർ പരാമർശിക്കാത്ത ഒരു യാഥാർത്ഥ്യം കൂടി നമുക്കിവിടെ അതിനെപ്പറ്റി കൂടി നമ്മൾ ചിന്തിക്കുന്നത് നന്നായിരിക്കും. ഇപ്പോൾ ഇന്ത്യക്കൊരു പൊതു ദേശീയതയുണ്ടെന്ന് ഹിന്ദുത്വവാദികൾ പറയുന്നു. എന്നാൽ ശ്രദ്ധേയമായ ഒരു ഡിവിഷൻ, ഒരു വിഭാഗം നമ്മൾക്കുണ്ട്, വിഭാഗീയത ഉണ്ട്. അത് ഉത്തര ദക്ഷിണ ഇന്ത്യയുടെ തനത് സംസ്കാരങ്ങളാണ്. നമ്മൾ പലതരത്തിൽ ഒരുമിച്ച് യോജിപ്പുണ്ടെങ്കിൽ കൂടിയും ചില കാര്യങ്ങളിൽ നല്ല രീതിയിൽ വേർപെട്ടിരിക്കുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇന്ത്യൻ സംസ്കാരം എന്നത് ഒരു മോണോലിത്തല്ല, ഒരു ഹൊമോജിനസ് ആയിട്ടുള്ള ഒന്നല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇന്ത്യയെ നമുക്ക് വേണമെങ്കിൽ രണ്ടായിട്ട് വിഭജിക്കാൻ കഴിയും. ആ വിഭജനം നമ്മൾക്ക് ഇപ്പോഴും ഫീൽ ചെയ്യാൻ പറ്റും. അതൊരു രാഷ്ട്രവിഭജനം എന്ന രീതിയിലല്ല ഞാൻ പറയുന്നത്. സാംസ്കാരിക അടിസ്ഥാനത്തിൻ്റെയും ഭാഷയുടെ അടിസ്ഥാനത്തിൻ്റെയും ഈവൻ തൊലിയുടെ നിറത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഇന്ത്യക്കാർക്ക് വേർപാടുകളുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യം മാത്രമാണ്. ഇപ്പോൾ ഉത്തരേന്ത്യക്കാർക്ക് അവരുടെ ഒരു പാരമ്പര്യം എന്ന് പറയുന്നത് ആൻസെസ്ട്രൽ നോർത്ത് ഇന്ത്യൻ ആണ്. അവരുടെ ജനിതകത്തിൽ കൂടുതൽ കാണുന്നത് ആൻസെസ്ട്രൽ നോർത്ത് ഇന്ത്യൻ. അത് ജനിതകപരമായ ഒരു കണ്ടുപിടുത്തമാണ്. ഇപ്പോൾ ഈയിടെയായിട്ട് വന്നതാണ്, ഒരു 5-10 വർഷമൊക്കെ ആവത്തുള്ളൂ അത്ര ഒരു കണ്ടുപിടുത്തം നടത്തിയിട്ട്. ആൻസെസ്ട്രൽ നോർത്ത് ഇന്ത്യൻ ജനിതകമാണ് ഇന്ത്യയുടെ വടക്ക് ഭാഗങ്ങളിലുള്ളവർക്കുള്ളത്. എന്നാൽ ഈ ദക്ഷിണ ഭാഗത്തുള്ളവർക്ക് ആൻസെസ്ട്രൽ സൗത്ത് ഇന്ത്യൻ ജനിതകമാണ്. അത് എന്തായാലും നമുക്കത് മാനവികമായ ഒന്നായിട്ട് നമുക്ക് എടുക്കണ്ട. എങ്കിൽ കൂടി അത്ര ഒരു ഡിവിഷനുണ്ട്. തൊലിയുടേതായിട്ടുള്ള നിറവ്യത്യാസത്തിൻ്റേതായിട്ടുള്ള ഒരു തലമുണ്ട്. മറ്റൊന്ന് ഭാഷാപരമായിട്ട് നമ്മൾ വേർപെട്ട് നിൽക്കുന്നു. സൗത്ത് ഇന്ത്യക്കാരുടെ ഭാഷ ദ്രാവിഡ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യൻ ഭാഷയുടെ ഭാഷാ കുടുംബം എന്ന് പറയുന്നത് ദ്രാവിഡ ഭാഷയാണ്. ആ ഭാഷ നമ്മൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പഠിക്കാനൊക്കെ എളുപ്പമാണ്. ഒരു മലയാളിക്ക് ഒരു തമിഴ് പഠിക്കാൻ അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. അതുപോലെ മറ്റു ഭാഷയും ഈ സൗത്ത് ഇന്ത്യൻ ഭാഷകൾ പഠിക്കാൻ അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല, പെട്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാവുകയും ചെയ്യും. എന്നാൽ നോർത്ത് ഇന്ത്യൻ ഭാഷയ്ക്ക് വ്യത്യാസമുണ്ട്. നോർത്ത് ഇന്ത്യൻ ഭാഷ പൊതുവെ ഹിന്ദി സ്കൂൾ തലത്തിൽ പഠിക്കാത്തവർക്ക് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒന്നായിട്ട് മാറും. ഇതൊരു ഡിവിഷനാണ്. ഈ ഒരു ഡിവിഷൻ നിങ്ങൾക്ക് ഹിന്ദി അറിയാമെങ്കിൽ നിങ്ങൾക്ക് നോർത്ത് ഇന്ത്യൻ ഏത് ഭാഷയും പെട്ടെന്ന് പറഞ്ഞ് മനസ്സിലാക്കാനും പഠിക്കാനും പറ്റും. എന്നാൽ ഒരു സൗത്ത് ഇന്ത്യക്കാരൻ അത് സാധ്യമല്ല. അതുപോലെ തന്നെ നമ്മുടെ ഭക്ഷണ സംസ്കാരം തികച്ചും വ്യത്യസ്തമാണ്. നമ്മൾ അരി ബേസ്ഡ് ആയിട്ടുള്ള ആഹാരം കഴിക്കുമ്പോൾ അവർ ഗോതമ്പ് ബേസ്ഡ് ആയിട്ടുള്ള ആഹാരം കഴിക്കുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അതിൻ്റെതായിട്ടുള്ള സാംസ്കാരിക വിനിമയത്തിൻ്റെയും പ്രശ്നങ്ങളുണ്ട്. ഇതൊന്നും ഈ ഹിന്ദുത്വ കാണുന്നില്ല എന്നുള്ളതാണ്. ഒറ്റയടിക്ക് എല്ലാം ഒന്നാണെന്ന് പറയുക, ആ വ്യത്യാസങ്ങളെ അടയാളപ്പെടുത്താതിരിക്കുക എന്നുള്ളതും ഇത് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അവസാനമായി ഞാൻ ഒന്നുകൂടി പറയാൻ ആഗ്രഹിക്കുന്നു. അത് ജാതി എന്നത് ഭിത്തിയോ ഇഷ്ടികയോ പോലെയുള്ള ഭൗതികമായ ഒരു വ്യവസ്ഥയല്ല, മറിച്ച് അതൊരു മാനസികാവസ്ഥ എന്നാണ് ഒരു സന്ദർഭത്തിൽ അംബേദ്കർ പറഞ്ഞത്. അത് ശരിയാണ്. മാനസികാവസ്ഥകൾ ഭൗതിക സാഹചര്യങ്ങൾ മാറുകയാണെങ്കിൽ കൂടിയും അത് മാറുന്നില്ല. ഒരാൾ എത്ര ഉയർന്ന പദവിയിലെത്തിയാലും അയാളുടെ ജനനത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള വിഭജനം അയാളെ പിന്തുടർന്നു കൊണ്ടേയിരിക്കുന്നു. ഇത് വലിയൊരു വിഷയമായിട്ട് അംബേദ്കർ അന്നേ മനസ്സിലാക്കി എന്നുള്ളതാണ്. അംബേദ്കർ പറഞ്ഞ ഒരു കാര്യമുണ്ട്, അത് ഞാനിപ്പോൾ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നു. അംബേദ്കർ പറഞ്ഞു, ഹിന്ദുമതം ക്രിസ്തു മതത്തിനെ പോലെയോ അല്ലെങ്കിൽ ഇസ്ലാം മതത്തിനെ പോലെയോ ലോകമെമ്പാടും വ്യാപിക്കുകയാണെങ്കിൽ അതിൻ്റെ ജാതി വ്യവസ്ഥയും അത്തരത്തിൽ വ്യാപിക്കുമെന്ന് പറഞ്ഞു.
വളരെ ദീർഘവീക്ഷണപരമായിട്ടുള്ള ഒരു ചിന്തയാണത്. ഇന്ന് അമേരിക്കയിൽ ധാരാളം ഇന്ത്യക്കാർ പണി ചെയ്യുന്നുണ്ട്. ആ അമേരിക്കക്കാരുടെ ഇടയിൽ, അമേരിക്കയിൽ പണിയെടുക്കുന്ന ഇന്ത്യക്കാരുടെ ഇടയിലുള്ള ഏറ്റവും വലിയ പ്രശ്നം ജാതി വിവേചനമാണ് എന്ന് നമ്മൾ ഇപ്പോൾ കൂടിയും പത്രങ്ങളിലും മറ്റും വായിച്ച് അറിയുന്നുണ്ട് എന്നുള്ളത് ഖേദകരമായൊരു വസ്തുതയാണ്. അതുപോലെ തന്നെ ജാതീയതയുടെ ഈ മാനദണ്ഡത്തിൽ നമ്മുടെ സമൂഹം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന ഹിന്ദുത്വ എന്ന തീയ ശക്തിയെ തിരിച്ചറിയുകയും ചെറുക്കുകയും ചെയ്യേണ്ടത് നമ്മെപ്പോലുള്ള സ്വതന്ത്ര ചിന്തകരുടെ കടമയാണ്, കർത്തവ്യമാണ്. അത്തരത്തിലുള്ള ജാഗ്രത നമ്മൾ എപ്പോഴും പുലർത്തണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഈ വിഷയം കേട്ടപ്പോൾ തോന്നിയതാണ്, നമ്മുടെ ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഇലക്ഷനിൽ നമ്മുടെ നോട്ടീസ് എല്ലാവരുടെ കയ്യിലും കിട്ടിക്കാണും. അപ്പോൾ പ്രത്യേകിച്ച് ഹിന്ദുത്വ മുന്നോട്ട് വയ്ക്കുന്ന പൊളിറ്റിക്കൽ മൂവ്മെൻറ്റായ BJPയുടെ ആ മിക്ക പോസ്റ്ററിലും ഒരു വാചകമുണ്ട്, ഇടത് വലത് കക്ഷികൾ ഭരിച്ചു മൂടിച്ച എന്ന വാക്ക്. ഇവിടെ നമ്മുടെ കേരളീയ സമൂഹത്തിലോ പ്രത്യേകിച്ച് പൊളിറ്റിക്കൽ പാർട്ടികളുടെ പ്രവർത്തകർക്കോ മുഖ്യധാര പ്രവർത്തകർക്കോ ഈ ലെഫ്റ്റ് പൊളിറ്റിക്സ് ആൻഡ് റൈറ്റ് പൊളിറ്റിക്സ് വ്യക്തമായി അറിയില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാനൊക്കെ വ്യക്തമായി മനസ്സിലാക്കിയതാണ്. ഇന്ത്യയിൽ ഏറ്റവും വലതുപക്ഷ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇന്ന് ഹിന്ദുത്വ കൊണ്ടു നടക്കുന്ന, ഹിന്ദുത്വ മുന്നോട്ട് വയ്ക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയാണ്. അവരുടെ നോട്ടീസിലാണ്. അപ്പം ഇവിടുത്തെ കോൺഗ്രസ്സുകാർ പോലും അവർ വലതുപക്ഷമെന്നാണ് കരുതുന്നത്. ഇതാണ് നമ്മുടെ ഒരു അവസ്ഥ, രാഷ്ട്രീയപരമായുള്ള അജ്ഞതയുടെ കാണുന്നത്. യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ എക്സ്ട്രീം റൈറ്റ് എന്ന് പറയുന്നത് BJP ആണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ചർച്ചയ്ക്കുള്ള ഇടമാണ്. ചർച്ചയ്ക്ക് വേണ്ടി ആൾക്കാർ ഇവിടെ വന്ന് സംസാരിച്ചാൽ നന്നായിരിക്കും തോന്നുന്നു. നമ്മൾ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 17 കോൺസ്റ്റിറ്റ്യൂഷണൽ ഡിബേറ്റ്സ് നടക്കുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ പരാമർശിപ്പിക്കപ്പെട്ട കാര്യം അതായത് അംബേദ്കർ ഉൾപ്പെടെ ഒട്ടുമിക്ക ആൾക്കാരും കാര്യമായി പ്രതിപാദിച്ചത് എന്താണ് നമ്മൾ ഞാൻ പറയുന്ന ആർട്ടിക്കിൾ 17 അൺടച്ചബിലിറ്റിക്കുള്ള ആർട്ടിക്കിളാണ്. അത് ഡ്രാഫ്റ്റിൽ ആർട്ടിക്കിൾ 11 പിന്നീടാണ് അത് 17 പോയത്. അപ്പം നിങ്ങൾ ചിന്തിക്കണം, നമ്മുടെ ഇക്വാലിറ്റിയെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ 15 മുന്നേ ഡ്രാഫ്റ്റ് ചെയ്ത ഒരു സബ്ജക്റ്റാണ് അൺടച്ചബിലിറ്റി. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ ഡിബേറ്റ്സ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പരാമർശിക്കപ്പെട്ടത് ഈ അൺടച്ചബിലിറ്റി, അതിനെ തുടർന്നുണ്ടാകുന്ന അസമത്വം, അതിൻ്റെ റൂട്ട് കാസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാസ്റ്റ് സിസ്റ്റമാണ്. അപ്പോൾ ഈ ഡിബേറ്റ്സിനിടയ്ക്ക് ഈ ഭരണഘടനാ സമിതിയിലെ അംഗങ്ങൾ വളരെ സുപ്രധാനമായ ചോദ്യങ്ങൾ ഉയർത്തുകയുണ്ടായി. നിങ്ങൾ അൺടച്ചബിലിറ്റി നിരോധിക്കണമെങ്കിൽ അതിൻ്റെ റൂട്ട് കോസായ, അതിൻ്റെ മൂല കാരണമായ ജാതി വ്യവസ്ഥ നിരോധിക്കണമെന്നുള്ളതായിരുന്നു. പക്ഷേ നമുക്ക് ചിന്തിക്കാൻ പറ്റും, ആ ഒരു ഇന്ത്യയുടെ കാലഘട്ടത്തിൽ നമ്മുടെ ജനാധിപത്യം പിറക്കുകയാണ്. ആ സമയത്ത് നമ്മൾക്ക് ജാതി വ്യവസ്ഥ ശക്തമായിട്ട് ഒരു സ്റ്റാൻഡ് എടുക്കുകയാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ അസംബ്ലി. ജാതി വ്യവസ്ഥ ഇന്ത്യയിൽ നിരോധിക്കണം. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരുപക്ഷെ നമുക്ക് ഭരണഘടന പോലും ഉണ്ടാകുമായിരുന്നില്ല. അങ്ങനെ ഒരു അവസ്ഥയിലാണ്. ഞാനിത് പറയാൻ കാരണം, അംബേദ്കർ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഭരണഘടനയുടെ ശില്പി അംബേദ്കർ ഭരണഘടനയൊക്കെ വരുന്നതിന് മുമ്പ് മനുസ്മൃതി കത്തിച്ച് ആ ഒരു പിന്തുടർച്ചയിലാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഡ്രാഫ്റ്റ് ചെയ്തത്. RSSൻ്റെ സംഘപരിവാറിൻ്റെ ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ഒന്ന്, ദർ ഇസ് നത്തിങ് ഭാരതീയത ഇൻ അവർ കോൺസ്റ്റിറ്റ്യൂഷൻ ആയിരുന്നു. സംഘപരിവാറിൻ്റെ ഏറ്റവും വലിയ ചോദ്യം അതായിരുന്നു, നമ്മുടെ ഭരണഘടനയിൽ ഭാരതീയമായ സനാതന മൂല്യങ്ങളോ അങ്ങനെയുള്ള ഒരു കാരണങ്ങളും ഇല്ല. ഇത് തികച്ചും ഒരു വൈദേശികമായ ആശയങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് അവരാദ്യം അതിനെ എതിർത്തത്. അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മനുസ്മൃതിയുടെ ഒരു കുറച്ചും കൂടെ മെച്ചപ്പെട്ട പരിച്ഛേദമാണ് അവരുദ്ദേശിച്ചിരുന്നത്. ഞാൻ സൂചിപ്പിക്കാൻ കാര്യം, ഇതേ അംബേദ്കർ മനുസ്മൃതി കത്തിച്ചു. അതേ കാലഘട്ടത്തിൽ നിന്നും നമ്മൾ ഒരുപാട് 75 വർഷങ്ങൾക്ക് ശേഷം എനിക്ക് ഏറ്റവും അശ്ലീലമായിട്ട് തോന്നുന്നത് ചരട് കെട്ടിയ ദളിതനാണ്. ചരട് കെട്ടി സംഘപരിവാർ പാളയങ്ങളിലേക്ക് കുടിയേറുന്ന ദളിതൻ, അതാണ് ഈ നൂറ്റാണ്ടിലെ അംബേദ്കറിന് ശേഷം അദ്ദേഹം പിന്തുടർന്ന ആ ഒരു പോരാട്ടങ്ങൾക്ക് പകരം നമുക്ക് മുന്നിൽ നിൽക്കുന്നത് ചരട് കെട്ടിയ ദളിതനാണ്. അതുപോലെ നമ്മുടെ പിന്നോക്ക സമുദായത്തിൻ്റെ
തുഷാർ വെള്ളാപ്പള്ളി സനാതന മൂല്യത്തിന് സനാതനത്തിൻ്റെ അതിനെക്കുറിച്ച് പിന്നെ തമിഴ്നാട് മുഖ്യമന്ത്രി ഒരു പരാമർശം നടത്തിയപ്പോൾ അദ്ദേഹത്തിന് അറിയാവുന്നതാണ് സനാതനം കടൽ കടന്നു പോകുന്നതാണ്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് രാഹുൽ ഈശ്വറിൻ്റെ ശബരിമല ആർത്തവലഹള നടക്കുമ്പോൾ ഉണ്ടാകുന്ന കാലത്ത് അദ്ദേഹത്തിന് 2 പ്ലാനുകളുണ്ടായിരുന്നു, പ്ലാൻ എയും പ്ലാൻ ബിയും. അതിൽ പ്ലാൻ എ എന്തായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കഴുത്തിൽ ഏതെങ്കിലും സ്ത്രീകൾ ശബരിമലയിൽ കയറുകയാണെങ്കിൽ കഴുത്തിൽ കയറ് ചുറ്റി നിൽക്കുന്ന ആദിവാസി സ്ത്രീകളായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്ലാൻ. രണ്ടാമത്തെ പ്ലാനായിരുന്നു ശബരിമലയിൽ പ്ലാൻ ബി ആയിരുന്നു ശരിക്കും മലമൂത്ര വിസർജനമൊക്കെ നടത്തി അശുദ്ധമാക്കി നടയടയ്ക്കുക. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ അംബേദ്കറിനെ പുനർവായിക്കുമ്പോൾ നമുക്ക് ഏറ്റവും അശ്ലീലമായിട്ട് തോന്നുന്നത് ഈ പറയുന്ന സംഘപരിവാർ പാളയങ്ങളിലേക്ക് പോകുന്ന ദളിതനും പിന്നോക്കക്കാരനും ചരട് കെട്ടി നമ്മൾ ഈ അംബേദ്കർ ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങളെ എത്രത്തോളം മനസ്സിലാക്കിയിട്ടുണ്ട് എന്നെനിക്ക് സംശയം തോന്നുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു നിരീക്ഷണം വളരെ ഗൗരവത്തിലുള്ള ഒന്നാണ്, സംശയമില്ല. ഇപ്പോൾ ഇത് ഒരു ബ്രാഹ്മണൈസേഷൻ എന്നുള്ളത് ഒരു പുതിയൊരു സംഭവവികാസമല്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. തുടക്കത്തിൽ തന്നെ ഇപ്പോൾ തന്നെ ഈ ജാതിയുടെ പലതരം അടരുകളുണ്ട്. അത് ആടറിൻ്റെ ഏറ്റവും മുകളിലുള്ളവരാണ് ബ്രാഹ്മണർ. എന്നാൽ ഈ ബ്രാഹ്മണരുടെ ഇടയിൽ തന്നെ ജാതി വിഭാഗീയതയുണ്ടെന്നുള്ളതാണ്. ബ്രാഹ്മണരിൽ തന്നെ കൂടിയവരും കുറഞ്ഞവരുമുണ്ട്. നമ്മൾ താഴോട്ടിറങ്ങുമ്പോൾ തന്നെ ആ ജാതികളിലും ഉപജാതികളിലും അവിടെയും അയിത്തവും അങ്ങനെയുള്ള സാമ്പ്രദായിക രീതികളും ഒക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ബ്രാഹ്മണരായി മാറുന്ന ഒരു സവിശേഷ സാഹചര്യം കൂടി ഇവിടെ ഉണ്ടെന്നുള്ളതാണ്. ബ്രാഹ്മണരാകാൻ കൊതിക്കുന്ന സമൂഹങ്ങൾ. ഇപ്പോൾ നമുക്കറിയാം, ഞാൻ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞതാണ്, ഞാൻ പറയാൻ ഇവിടെ ഇത്തരം ഒരു വേദിയിലത് പറയുന്നത് ശരിയാണോ എന്നറിയില്ല, എങ്കിലും ഞാനൊരു തുറന്ന മനസ്സായിട്ട് പറയുകയാണ്. ഇപ്പോൾ ഇതിനകത്ത് രാഷ്ട്രീയം കണ്ടത് ഞാനൊരു രാഷ്ട്രീയ രീതിയിൽ പറയുന്നതുമല്ല. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ള ആളുകൾ അവിടെയുള്ള ഒരു നേതാവിനോട് പറഞ്ഞതാണ്. അപ്പം അദ്ദേഹം പറഞ്ഞത്, ഈ ദളിതരായിട്ടുള്ള ആളുകൾ കൂട്ടത്തോടെ അല്ലെങ്കിൽ ഒറ്റപ്പെട്ട് അങ്ങനെയായിട്ടൊക്കെ BJPയിൽ പോയി ചേരുന്നുണ്ട്. അവർ നല്ല നിറമുള്ള തിളക്കമുള്ള കയ്യിൽ ചരടടിഞ്ഞുകൊണ്ട് വളരെ അഭിമാനത്തോടെ കൂടിയാണ് അവർ നടക്കുന്നത്. എന്നാൽ ഇവർക്ക് അമ്പലത്തിൽ കയറാനും എന്തിനും ബാർബർ ഷോപ്പിൽ കയറി മുടി വെട്ടാൻ പോലും കമ്മ്യൂണിസ്റ്റുകാർ പ്രവർത്തിച്ചിരുന്നു. അവർക്ക് വേണ്ടി അടിയുണ്ടാക്കിയിട്ടുണ്ട്, ധാരാളം അടി കിട്ടിയിട്ടുണ്ട്, മർദ്ദനം കിട്ടിയിട്ടുണ്ട്. ബാർബർ ഷോപ്പിൽ ഇവർ പോയി കഴിഞ്ഞാൽ മുടി വെട്ടാൻ അനുവദിക്കില്ല. അത്തരത്തിൽ വലിയ പോരാട്ടം നടത്തിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കൊപ്പം ഇത്തരത്തിലുള്ള ഒരു സമൂഹം ഇപ്പം നിൽക്കുന്നില്ല. എന്നാൽ അവരെ തച്ചു തകർക്കാൻ ശ്രമിച്ചവർ ആരാണോ അവർ നേതൃത്വം വഹിക്കുന്ന ഇത്തരത്തിലുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലേക്ക് അവർ അന്തസ്സോടെ പോകുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ പറയുകയും ചെയ്തു, ചരിത്രം മറന്നുപോയ ജനതയ്ക്ക് ചരിത്രം ആവർത്തിക്കേണ്ട ഒരു ബാധ്യതയും കൂടി ഉണ്ടാകാം എന്ന് ഞാനിങ്ങനെ പറഞ്ഞു. ഇതാണ് എനിക്കിവിടെ ഇതിനുള്ള ഉത്തരം. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ഒരു പ്രീത. ഞാൻ കൊല്ലത്തു നിന്നാണ് വരുന്നത്. ഈ ഗ്രൂപ്പിലെ മെസ്സേജ് കണ്ടിട്ട് നാഗേഷ് സാറിനോട് വിളിച്ചു വെച്ചിട്ടാണ് വന്നത്. അപ്പോൾ ഈ അനുച്ഛേദം 17 പറയണമെന്ന് വിചാരിച്ച് ഞാൻ അവിടെ ഇരിക്കുമായിരുന്നു. അപ്പോഴാണ് സാറ് വന്ന് അതിനെക്കുറിച്ച് പറഞ്ഞത്. കാരണം ഇപ്പോൾ ഒരു വേടനും ഒരു മീനാക്ഷിയും ഉയർത്തിപ്പിടിക്കുന്ന അല്ലെങ്കിൽ മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങളിലൂടെ മാത്രമാണ് യുവാക്കൾ ഈ ജാതീയതയും ദളിതരും എന്നുള്ള വാക്കുകൾ അല്ലെങ്കിൽ അതിൻ്റെ അവസ്ഥകൾ 100% അവർ അനുഭവിക്കുന്നത്. അതിനു മുമ്പ് അവരോട് ജാതീയതയോ സവർണ മേധാവിത്വമോ മറ്റു കാര്യങ്ങളോ ഒന്നും പറഞ്ഞാൽ ആരും തന്നെ അംഗീകരിക്കുക പോലും അല്ലെങ്കിൽ അതൊന്ന് കേൾക്കാൻ പോലും അവരാരും തയ്യാറായിരുന്നില്ല. പക്ഷേ ഈ 2 വ്യക്തികൾ ഈ കുറച്ച് വ്യക്തതയോടെ കാര്യങ്ങൾ പറഞ്ഞു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനു മുമ്പ് ഇതിനൊരു വ്യക്തതയില്ലായിരുന്നു. ആരൊക്കെയോ എന്തൊക്കെയോ പറയുന്നു എന്നല്ലാതെ ഇതിൻ്റെ ഒരു റൂട്ട് ഗ്രാസ് ലെവലിൽ ഈ കാര്യങ്ങൾ ആർക്കും വ്യക്തതയില്ലായിരുന്നു എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. കാരണം ഞാനും അങ്ങനെയാണ് വിശ്വസിച്ചിരുന്നത്. അതുകൊണ്ടാണ് എൻ്റെ അനുഭവം വെച്ചാണ് ഞാനത് പറഞ്ഞത്. തെറ്റാണെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ എന്തായാലും ഈ ഒരു അവസ്ഥയിൽ ഈ അനുച്ഛേദം 17 പ്രകാരം നമുക്ക് ഭരണഘടന അനുശാസിക്കുന്ന മൗലിക ഘടകങ്ങൾ നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കേണ്ടതാണ്. പക്ഷേ നമുക്ക് ലഭിക്കുന്നില്ല എന്നുള്ള വാസ്തവം
നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഈ വ്യക്തികളിലൂടെ കേരളീയ ജനത ഒരു 98% ഉൾക്കൊണ്ടു എന്നുള്ളതാണ് സത്യം. അപ്പോൾ അതിൻ്റെ ഒരു കാരണം, ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇപ്പം തന്നെ നമ്മളിവിടെ ഇരിക്കുന്നത് നമ്മളുടെ രജിസ്ട്രേഷനകത്ത് 25 വയസ്സിന് മുകളിൽ അല്ലെങ്കിൽ 40 വയസ്സിന് മുകളിൽ ഒരു 2 ഏജ് എഴുതി കഴിഞ്ഞാൽ എല്ലാവരും 40 വയസ്സിന് മുകളിലുള്ളവരും വളരെ കുറഞ്ഞ 2-3 പേര് 40 വയസ്സിന് താഴെയുമായിരിക്കും. അതുതന്നെയാണ് നമ്മുടെ പ്രശ്നം. ഞാൻ കുറച്ച് യാത്ര ചെയ്യുന്ന കൂട്ടത്തിലാണ്. അതുകൊണ്ട് ഒരു നബിദിനം വരുമ്പോൾ ഒരു പ്രാവശ്യം എറണാകുളത്ത് നിന്ന് കൊല്ലത്തോട്ട് വരുന്ന ഒരു സമയത്ത് സൂപ്പർ ഫാസ്റ്റ് പോലും അവർ തടഞ്ഞു നിർത്തി അവർ പായസം, ബിരിയാണി, ഇങ്ങനെ ഭക്ഷണങ്ങൾ മുസ്ലിംസ് കൊടുക്കുന്നുണ്ട്. അവരുടെ ഇസ്ലാമിക ആഘോഷങ്ങളെല്ലാം കുഞ്ഞുകുട്ടി പരാധീനങ്ങൾ ഒരുമിച്ചാണ് ആഘോഷിക്കുന്നത്. അന്ന് ആ ഒരു യാത്രയിൽ ഈ ഒരു പാൽപ്പായസം അവർ വിളമ്പിയത് 1-2 50 വയസ്സിന് മുകളിലുള്ളവരും ബാക്കിയെല്ലാം 12 വയസ്സ് മുതലുള്ള കുട്ടികളും അല്ലെങ്കിൽ യുവജനങ്ങളുമായിരുന്നു. അതായത് എല്ലാത്തിലും അവർ കുട്ടികളെയാണ് പങ്കെടുപ്പിക്കുന്നത്. അതുപോലെ അവരുടെ കൊടി പിടിച്ചുകൊണ്ടുള്ള എല്ലാ യാത്രകളിലും ഒരുപക്ഷെ അവർ ലോറിയിൽ ഡ്രം അടിച്ചു പോവുകയാണെങ്കിൽ പോലും അവർ കുഞ്ഞുങ്ങളെ കയ്യിലെടുത്തും കൊണ്ട്, കൊല്ലത്ത് പല പ്രാവശ്യവും ഞാൻ ആശ്രമ മൈതാനത്ത് പിന്നെ അവരുടെ റാലി കണ്ടിട്ടുണ്ട്. അവരെല്ലാവരും ഒരുമിച്ചാണ് വരുന്നത്. ഭാര്യ, ഭർത്താവ്, മക്കൾ എല്ലാവരും ഒരുമിച്ച് കാറിൽ വന്ന് ഇറങ്ങുവാണ്. നമ്മളുടെ ഒരു റാലിക്ക് എത്ര കാറ് വരും? നമുക്കാർക്കും കാറില്ല, അല്ലെങ്കിൽ കാറുള്ള കുറച്ച് പേര് കാണും, അവർ മാത്രം വരും. ബാക്കിയുള്ളവർ, അതായത് അവരുടെ സാമ്പത്തിക നിലവാരം, ജാതി മത സാമ്പത്തിക നിലവാരങ്ങൾ അവരുടെ ഒരു പ്രോഗ്രാം നടക്കുമ്പം നിരീക്ഷിച്ചാൽ നമുക്ക് മനസ്സിലാവും. ജാതി ഒരു വലിയ ഘടകം തന്നെയാണ്. അതുപോലെ തന്നെ അവരുടെ സാമ്പത്തിക സ്രോതസ്സുകൾ, അവരുടെ വാണിജ്യ വിനിമയങ്ങൾ എല്ലാത്തിലും ജാതിക്ക് പ്രാധാന്യം കൊടുത്തിട്ടാണ്. ഒരു ആശുപത്രിയിൽ ചെന്നാൽ പോലും ഒരു തട്ടവിട്ട ഒരു ചേച്ചി വന്നു കഴിഞ്ഞാൽ അവരെ എങ്ങനെങ്കിലും, ഒരു സിസ്റ്റർ അവിടെ ഒരു മുസ്ലിം ആണെങ്കിൽ അവരെ മുൻപോട്ട് അവരെ ഒരു നിമിഷം മുമ്പേ എങ്ങനെ വിടാമെന്നുള്ള ഇത് ഞാൻ അനുഭവിച്ചിട്ടുള്ള വ്യക്തിയാണ്. പക്ഷെ നമ്മൾ അങ്ങനൊന്നും അല്ല. നമ്മുടെ കൂടെ ഉള്ളവർ നമ്മളെ എങ്ങനെ കുതികാല് വയ്ക്കാം, അല്ലെങ്കിൽ നമ്മളെ എങ്ങനെ പുറത്താക്കാം, ഈ രീതിയിലാണ് ചിന്തിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു മനോഭാവം നമ്മൾ മാറ്റിയേ പറ്റത്തുള്ളൂ. ഈ ഒരു മനോഭാവം മാറ്റണമെങ്കിൽ ഇവിടെ ഇരിക്കുന്നവരിൽ ഒരു 20 വയസ്സ് അല്ലെങ്കിൽ ഒരു 18 വയസ്സോട്ടുള്ള ആൾക്കാരുടെ എണ്ണം ഉണ്ടാകണം. എന്നാൽ മാത്രമേ ഈ ചിന്താഗതിയും അല്ലെങ്കിൽ ഈ കാര്യങ്ങളും ഒക്കെ നമുക്ക് മാറ്റാൻ പറ്റുകയുള്ളൂ. അതാണ് എനിക്ക് ഒന്നാമത്തെ കാര്യമായിട്ട് പറയാനുള്ളത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇന്നലെ 69ാമത് പരിനിർവാഹ ദിവസം ആഘോഷിച്ച ഒരു വേളയിൽ, അപ്പോൾ ഇന്ന് തൊട്ടടുത്ത ദിവസം നമുക്ക് ഇങ്ങനെ ഒരു കൂടാനുണ്ടായി. എങ്കിൽ പോലും ഇവിടെ നമ്മളെല്ലാവരും സംസാരിക്കുന്നത് ഡോക്ടർ BR അംബേദ്കർ ഇങ്ങനെയൊക്കെയാണ്. പക്ഷേ ഒരു ശ്രീനാരായണ ഗുരു എന്നേ പറയത്തുള്ളൂ, അല്ലെങ്കിൽ മഹാത്മാ ഗാന്ധി ജി എന്നേ പറയത്തുള്ളൂ. പക്ഷെ നമ്മൾ അംബേദ്കർ അത് മാറണം. തിരിച്ച് നമ്മൾ ബാബാ സാഹേബ് എന്ന് തന്നെ പറഞ്ഞ് ശീലിക്കണം. ബാബാ സാഹേബ്, അതിനകത്ത് ആ ഒരു ബഹുമാനം തീർച്ചയായും ഇട്ടുണ്ടാകും. അപ്പം നമ്മൾ സംസാരിക്കുമ്പം തന്നെ ബാബാ സാഹേബ് എന്ന് നമ്മുടെ കുട്ടികളോടും നമ്മുടെ വീട്ടുകളിലോടും ഇതുപോലെ കൂടുന്ന ഓരോരുത്തടത്തും ഇരുന്ന് പറയണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഇവിടെ ഇരിക്കുന്നവരൊക്കെ ഇതിനു മുമ്പേ അല്ലെങ്കിൽ വിദ്യാഭ്യാസപരമായിട്ടും അല്ലാതെ ഈ സംഘടനാപരമായിട്ടും എല്ലാം കൂടിയിട്ടുണ്ടാവും. ഞാൻ വളരെ കുറച്ച് നാളേ ഉള്ളൂ, എനിക്കൊരു 5 വയസ്സേ അക്കാര്യത്തിലുള്ളൂ. അതുകൊണ്ട് തെറ്റാണെങ്കിൽ വീണ്ടും ഞാൻ ക്ഷമ ചോദിക്കുന്നു. അപ്പം ഇങ്ങനെയുള്ള എന്നെ ഈ 5 വർഷത്തിനകത്ത് ഞാൻ പഠിച്ച ഒരു കാര്യമാണ് ഞാനിപ്പോൾ ഈ 2 കാര്യങ്ങളും ഞാൻ അവതരിപ്പിച്ചത്. പിന്നെ അതുപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട് പറയാൻ. ഈ ഗ്രൂപ്പിൽ ഞാൻ ഇന്നലെയോ മറ്റോ ആണ് ഞാൻ റിക്വസ്റ്റ് ഇട്ട് ജോയിൻ ചെയ്തത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിൻ്റെ ഇനിയുള്ള പരിപാടിയിലെല്ലാം തീർച്ചയായിട്ടും ഞാൻ പങ്കുകൊള്ളാം എന്ന് ആഗ്രഹിക്കുന്നു. എത്താൻ പറ്റുന്ന എല്ലാ പരിപാടിക്കും എത്താമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ജാതീയത മാറണമെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് സമത്വവും സാഹോദര്യവും, ബാബാ സാഹിബ് പറഞ്ഞത് ഇന്ത്യ നമ്മുടെ എല്ലാവരുടേതുമാണ്, നമ്മൾ ഇന്ത്യക്കാരാണ്, ആദ്യവും അവസാനവും നമ്മൾ ഇന്ത്യക്കാരാണ് എന്നുള്ള വി ആർ ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നാണ് അദ്ദേഹം തുടങ്ങി വെച്ചത് തന്നെ. ഭരണഘടനയിലെ ആദ്യ വാചകം തന്നെ അങ്ങനെയാണ്. അപ്പം നമ്മളത് നമ്മുടെ കുട്ടികളെ പറഞ്ഞ് പഠിപ്പിക്കുക, നമ്മൾ ഓരോ മീറ്റിങ്ങിലും അവരെ കൊണ്ടുവരാൻ ശ്രമിക്കുക, അവർ ഇത് പഠിക്കട്ടെ, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ക്ലാസ്സുകൾ വയ്ക്കുക.
ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ ചെയ്ത് മാത്രമേ നമുക്ക് മുന്നേറാൻ പറ്റത്തുള്ളൂ. എൻ്റെ പഞ്ചായത്തിൽ 12 വാർഡാണുള്ളത്. അതിലെ പിന്നെ SC വിഭാഗത്തിൻ്റെ ഒരു വാർഡിൽ മാത്രമേ ഒറ്റയാളുള്ളൂ. ബാക്കി 11 വാർഡിലും ബാക്കിയുള്ള എല്ലാ ജാതിക്കാർക്കും തുല്യമായിട്ട് വിഭജിച്ച് നൽകുന്നുണ്ട്. ഞാൻ അത്യാവശ്യം സാമൂഹ്യ പരിഗണനയിലൊക്കെ നിൽക്കുന്ന 1-2 പേരോട് ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് കൂടി നിന്നുകൂടെ, ഇങ്ങനെയൊക്കെയുള്ളൊരു അവസരത്തിൽ നമുക്ക് നമ്മുടെ പ്രാതിനിധ്യം കാണിക്കണ്ടേ എന്ന് ചോദിച്ചപ്പോൾ അവർ പറയുന്നത് അവർക്ക് പണമില്ല, അതിനുവേണ്ടി ചിലവാക്കാൻ പണമില്ല എന്നാണ് പറയുന്നത്. പിന്നെ ഞാൻ സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് അവരുടെയൊക്കെ ഉള്ളിൽ ഒരു ഭയം തന്നെയുണ്ട്. അപ്പം നമുക്ക് രാഷ്ട്രീയ അധികാരം കിട്ടിയാൽ മാത്രമേ ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് നമുക്ക് മോചനം നേടാൻ പറ്റത്തുള്ളൂ. അതിന് ഓരോ പഞ്ചായത്തിലും ഈ പറഞ്ഞ സംവരണ വാർഡല്ലാതെ ഒരാളിനെ സ്വതന്ത്രനായിട്ട് നിർത്താൻ നമ്മൾ എത്ര പേര് തയ്യാറാകും? അപ്പോൾ അങ്ങനെ രാഷ്ട്രീയ അധികാരം കൂടി നേടിയാൽ മാത്രമേ നമ്മൾ ഈ ചെയ്യുന്ന ചർച്ചകൾക്കൊരു പ്രാധാന്യമുള്ളൂ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ജാതീയമായ മുന്നേറ്റത്തിന് ഒരു ഫലം കിട്ടുകയുള്ളൂ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അടുത്ത ഒരു MLA മത്സരം 5 മാസം വരുമ്പം നമുക്ക് എവിടെയെങ്കിലും ഈ പറഞ്ഞ ജനറൽ വാർഡിൽ ഒരു SC ST കാൻഡിഡേറ്റിനെ നിർത്താൻ പറ്റുമോ? ചിന്തിക്കേണ്ട കാര്യമാണ്. അപ്പം ജാതിയെ നമ്മൾ മാത്രം ജാതി പറഞ്ഞുകൊണ്ട് നടന്നിട്ടൊന്നും ഒരു കാര്യമില്ല. നമ്മൾ അവർക്ക് മുമ്പിൽ ബദൽ നയങ്ങൾ മുമ്പോട്ട് വയ്ക്കാൻ എന്ന് തയ്യാറാവുന്നോ അന്നല്ലാതെ നമ്മുടെ ജാതി നമുക്കാർക്കും ഒരു പരിഗണനയും ഇവരൊന്നും തരികയുമില്ല, നമുക്ക് ലഭിക്കുകയുമില്ല. എല്ലാ രീതിയിലും സംവരണം നമുക്ക് നഷ്ടമായിക്കൊണ്ടിരിക്കും. ജാതി എന്ന് പറയുന്നത് അവർ തൂത്തുമാറ്റും എന്നുള്ളതിനൊരു തർക്കമില്ലെന്നാണ് എൻ്റെ ഒരു കുറച്ച് പേരോട് സംസാരിച്ചതിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം. നമ്മളിങ്ങനെ കൂടിയിരുന്നിട്ട് അതിനുവേണ്ടി പ്രവർത്തിക്കാൻ പൈസ കണ്ടെത്തുക എന്നുള്ളത് ഒരു പ്രധാന കാര്യം കൂടിയാണ്. എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ ക്ഷമിക്കുക. നന്ദി. മാമിൻ്റെ അഭിപ്രായ പ്രകടനം ഞാൻ ശ്രദ്ധയോടെ കേട്ടു. അവിടെ പ്രധാനമായിട്ടും ഞാൻ ശ്രദ്ധിച്ചത് അംബേദ്കർ എൻ്റെ പേരിനെ ഒന്ന് ബഹുമാനിച്ച് പറയണം എന്നുള്ളതാണ്. അംബേദ്കർ എന്നുള്ള പേര് തന്നെ വളരെ പ്രചോദനാത്മകമായ ഒന്നാണ് മറ്റുള്ളവർക്ക്. നമ്മളൊരു ക്ലാസ്സിലേക്കോ അല്ലെങ്കിൽ ഒരു പ്രത്യേക ജാതിയിലേക്കോ ചുരുങ്ങാതെ അത് വ്യാപിക്കാനാണ് ഇത്തരം ആശയഗതികൾ ഉള്ള ഞങ്ങളെപ്പോലുള്ള സ്വതന്ത്ര ചിന്തകർ ശ്രദ്ധിക്കേണ്ടത്. ഇത് യഥാർത്ഥത്തിലൊരു ജാതീയ കൂട്ടായി അങ്ങനെയുള്ളതല്ല, അത്തരത്തിലൊരു തെറ്റിദ്ധാരണ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതല്ല, സ്വതന്ത്ര ചിന്തകരുടേതായ ഒരു വേദിയാണ്. ആ വേദിയിലാണ് നമ്മളിവിടെ അംബേദ്കർ എന്നുള്ള പേര് പരാമർശിച്ചത്. ഞാൻ ഈ സന്ദർഭത്തിൽ മറ്റൊരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ തന്നെ ഈ മാം ഇപ്പോൾ പറഞ്ഞു നമുക്ക് രാഷ്ട്രീയ അധികാരം ആണ് വേണ്ടത് എന്ന് പറഞ്ഞു. പക്ഷേ രാഷ്ട്രീയ അധികാരത്തിന് വേണ്ടി ശ്രമിച്ച അംബേദ്കറിസ്റ്റ് പ്രസ്ഥാനങ്ങളെല്ലാം കറപ്റ്റാവുകയും അതിൻ്റെ ദിശാബോധം നഷ്ടപ്പെടുകയും അത് അവസാനം BJPയുടെ പാളയത്തിൽ പോയി ചേരുകയും ചെയ്യുന്ന പ്രവണത ഇന്ത്യയിലെമ്പാടും നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ രാഷ്ട്രീയ രംഗം വിട്ടുമാറി സ്വതന്ത്രമായ പാതയിലൂടെ പോരാടുന്ന അംബേദ്കർ പ്രസ്ഥാനങ്ങൾ അവരുടെ ആശയത്തിലോ ഐഡിയോളജിയിലോ ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ മുന്നോട്ട് പോയി പടനയിക്കുന്ന കാഴ്ചയും ഇതേ ഇന്ത്യയിൽ നമുക്ക് ഇന്നും കാണാൻ കഴിയും. ഇതൊരു വൈരുദ്ധ്യമാണ്. ഈ വൈരുദ്ധ്യം ഞാനിവിടെ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നു. രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുമ്പോൾ അതിൽ പല പാകപ്പിഴകളുണ്ടാകാം, അതിൽ അഡ്ജസ്റ്റ്മെൻറ്റുകളുണ്ടാകാം, അതിൽ അങ്ങനെ തന്നെ അപച്യുതികളും അതിൻ്റെ ഭാഗമായിട്ടുണ്ടാകാം. ഇത് പറഞ്ഞുകൊണ്ട് തന്നെ മറ്റൊരു കാര്യം കൂടി ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ അയൽവക്കമായ തമിഴ്നാട്ടിൽ ഉജ്ജ്വലനായ ഒരു ദളിത് രാഷ്ട്രീയ നേതാവുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് തൊൽ തിരുമാവളവൻ എന്നാണ്. അദ്ദേഹം അങ്ങേയറ്റം ജനകീയനായ, തമിഴ്നാട്ടിലെ എല്ലാവരുടെ ഇടയിലും സാർവത്രിക ജനകീയനായ ഒരു നേതാവാണ്. അദ്ദേഹത്തിന് ആരും ഒരു ദളിത് നേതാവായിട്ട് കാണുന്നില്ല. അതേസമയം തമിഴ്നാടിൻ്റെ മുഴുവൻ നേതാവുമായിട്ടാണ് കാണുന്നത്. ആ രീതിയിൽ അദ്ദേഹം വളർന്നു എന്നുള്ളത് ഒരു അപൂർവമായ ഒരു ഉദാഹരണമാണ്. ഇന്ത്യയിൽ അടയാളപ്പെടുത്താവുന്ന ഏറ്റവും ഉന്നതമായ ഒരു നിലയിൽ ഒരു ദളിത് നേതാവൻ എന്നുള്ള നിലയിൽ അദ്ദേഹം ഇപ്പോൾ തന്നെ പേരെടുത്തു കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെയും വളരെ മാതൃകാപരമാണ്. അദ്ദേഹം വളരെ വിദ്യാഭ്യാസ സമ്പന്നനായിരുന്നു. സർക്കാർ ജോലി വലിച്ചെറിഞ്ഞുകൊണ്ടാണ് അദ്ദേഹം രാഷ്ട്രീയത്തിൽ ഇറങ്ങിയത്. അദ്ദേഹം ഒരു വിധത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും അദ്ദേഹം ഇപ്പോൾ ഭരണത്തിലിരിക്കുന്ന പാർട്ടിയിലുണ്ട്, അദ്ദേഹം മെമ്പറാണ്. എങ്കിൽ കൂടിയും ഭരണത്തിലുള്ള പാർട്ടിയെ പോലും അദ്ദേഹം വിമർശിക്കാൻ അദ്ദേഹം പലപ്പോഴും ധൈര്യം കാണിക്കാറുണ്ട്. അദ്ദേഹത്തെ ആരെയും ഭയക്കുന്നതല്ല. വളരെ സമുന്നതമായ ഒരു മാതൃകയാണ് തൊൽ തിരുമാവളവൻ കൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. എന്നാൽ ഇന്ത്യയിൽ അത്ര ഒരു ദളിത് നേതാവിനെ നമുക്ക് കാണാൻ കഴിയുന്നതല്ല എന്നും ഞാൻ ഈ സന്ദർഭത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നു.